തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഏറ്റുമാനൂർ മേഖലയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പ്രഖ്യാപനം നടത്തി. ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി, അതിരമ്പുഴ, നീണ്ടൂർ പഞ്ചായത്തുകളിലെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമാണ് ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറി എൻ.കെ. ശശികുമാർ നിർവഹിച്ചത്. ഏറ്റുമാനൂർ ടൗൺ എൻ.എസ്.എസ്. കരയം ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ബി.ജെ.പി. മണ്ഡലം പ്രസിഡന്റ് സരുൺ കെ. അപ്പക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ഏറ്റുമാനൂർ നഗരസഭയിലെ 36 വാർഡുകളിൽ ബി.ജെ.പിയുടെ 24 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇതൊരു വലിയ മുന്നേറ്റത്തിന്റെ കാലഘട്ടമാണ്. ബി.ജെ.പിയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ പൊതുസമൂഹത്തിൽ നിന്നകത്തിരിക്കുന്നു. കേരള രാഷ്ട്രീയത്തില് പൊതുസമൂഹത്തിന്റെ ഇടയിൽ രണ്ട് മുന്നണികളും ബി.ജെ.പി. എന്തോ വലിയ അപാകതയുള്ള, ബി.ജെ.പി. എന്തോ വലിയ പേടിക്കേണ്ട ഒരു പാർട്ടിയാണ് എന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് വലിയ വില കൊടുത്ത കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് ബി.ജെ.പിയെ വിശ്വസിക്കാം എന്ന് കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹങ്ങൾ തെളിയിക്കുന്നതാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്. അതിരമ്പുഴ പഞ്ചായത്തിൽ 24 വാർഡിൽ 17 സ്ഥാനാർത്ഥികളെയും, നീണ്ടൂർ പഞ്ചായത്തിൽ 15 വാർഡിൽ 11 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ 75 വാർഡുകളാണുള്ളത്. ഇതിൽ ആദ്യഘട്ടത്തിൽ 42 ബി.ജെ.പി. സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബി.ജെ.പി. ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ശ്രീജിത്ത് കൃഷ്ണൻ, വനിതാ മോർച്ച കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഉഷ സുരേഷ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി.വി. ബാബു, മുനിസിപ്പൽ പ്രസിഡന്റ് ടി.ആർ. രാജേഷ്, പഞ്ചായത്ത് മുനിസിപ്പൽ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ന്യൂനപക്ഷ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സിറിൽ ജി. നരിക്കുഴി, ബി.ജെ.പി. മണ്ഡലം ജനറൽ സെക്രട്ടറി മുരളി പേരൂർ, കൗൺസിലർമാരായ രശ്മി ശ്യാം, അജിശ്രീ മുരളി, രാധിക രമേശ്, സിന്ധു കർത്തേടം തുടങ്ങിയവർ പ്രസംഗിച്ചു.